അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുരുകനെയും കൊണ്ട് ആംബുലൻസ് മെഡിസിറ്റിയിലെത്തുമ്പോൾ സമയം രാത്രി 11:39. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ബിലാൽ ആംബുലൻസിനടുത്തേക്കെത്തി ഗുരുതര പരിക്കേറ്റ മുരുകനെ ആംബുലൻസിന് പുറത്തുനിന്ന് നോക്കി തിരികെ കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയ ഡോക്ടർ 2 മിനിറ്റിനകം തിരിച്ചെത്തി ആംബുലൻസിലുണ്ടായിരുന്നവരുമായി സംസാരിച്ചു. 11:43 ആംബുലൻസിലുണ്ടായിരുന്ന മുരുകനെ ഒന്നുകൂടി നോക്കിയ ശേഷം ഡോക്ടർ മടങ്ങി. ബന്ധുക്കളാരുമില്ലാത്തതിനാൽ ഉത്തരവാദിത്വം ആംബുലൻസിലുള്ളവർ ഏറ്റെടുക്കണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്നാണ് ആംബുലൻസ് ഡ്രൈവർ രാഹുലിന്റെ മൊഴി. എന്നാൽ വെന്റിലേറ്റർ ഒഴിവില്ലെന്ന് അറിയിച്ചതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഇപ്പോഴത്തെ വിശദീകരണം. വെന്റിലേറ്റർ ഇല്ലാത്ത ഒരു കാരണവശാലും ആ പേഷ്യൻ്റ് നമുക്ക് അകത്തോട്ട് റിസീവ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. കാരണം വെന്റിലേറ്ററിനകത്താണ് ജീവൻ നിലനിന്ന് വരുന്ന ആ പേഷ്യൻ്റ്. ഈ വിവരം കൊണ്ടുവന്ന ആൾക്കാരെടുത്ത് ഡോക്ടർ ബിലാൽ പറയുകയും തിരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഒരു അല്പം നേരം കഴിഞ്ഞിട്ടാണ് ഈ ആംബുലൻസ് പോയിരിക്കുന്നത്. 12:01 ആംബുലൻസ് മെഡിസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോയി. മറ്റ് ആശുപത്രികളിൽ നിന്നും പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ 304 വകുപ്പ് പ്രകാരമാണ് മെഡിസിറ്റിക്കെതിരെ കേസെടുത്തത്. ആശുപത്രികളുടെ വിശദീകരണം അന്വേഷണ സംഘത്തിന് രേഖാമൂലം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.